വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മലേഗാവ് സ്ഫോടനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഹിന്ദുക്കളുടെ തലയ്ക്ക് കുതിര കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം സുഡാപ്പികളെ നമ്മൾ നിരന്തരം കാണാറുണ്ട്. ഈ മലേഗാവ് സ്ഫോടനം എന്ന് പറയുന്ന ഈ സ്ഫോടനത്തെ മുൻനിർത്തിയാണ് ഇവിടെ ഹിന്ദുക്കൾ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഇവർ ഉണ്ടാക്കിയെടുത്തത്. ഇവർ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് 24/11 മുംബൈ ഭീകരാക്രമണ കേസിലാണ്. നമുക്കറിയാം 10 പേര് ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരുത്തൻ സലീൽ ചൗധരി എന്ന് പറയുന്ന ഒരു ഹിന്ദു ഭീകരവാദിയെ പിടിച്ചു. പക്ഷെ അവൻ ഹിന്ദു കാർഡിട്ട് വന്ന അജ്മൽ കസബായിരുന്നു. 9 പേരെ ഉണ്ടായിരുന്നു, കൊന്നുകളഞ്ഞു. നമ്മളെല്ലാവരും 9 പേരെ കൊന്നുകളഞ്ഞു. ഈ 9 പേരെ കൊന്നുകളഞ്ഞിട്ട് ആകപ്പാടെ പിടിക്കാൻ പറ്റിയ ഈ സലീൽ ചൗധരിയെ മാത്രമായിരുന്നു. അവനെ നമ്മൾ പിടിക്കാതെ അവനെയും കൊന്നുകളഞ്ഞിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്തായേനെ, ഒരു ഹിന്ദു തീവ്രവാദ ആക്രമണമായിരുന്നു. ഇല്ലേ, നമുക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവനെ പിടിച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലായി ഇവൻ ഹിന്ദു അല്ല, ഇവൻ ഹിന്ദുവിന്റെ കാർഡ് അടിച്ചു വന്ന ഒരു മുസ്ലിം തീവ്രവാദിയാണ്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ആ ഒരു സെറ്റപ്പ് പോലെയാണ് ഈ മലേഗാവ് സ്ഫോടനം എന്നാണ് നമുക്ക് തെളിയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ മലേഗാവ് സ്ഫോടനത്തിൽ ഈ മലയാള മാധ്യമങ്ങളൊക്കെ അതിഭീകരമായിട്ട് രോഷം കൊള്ളുന്നത് ഞാൻ കണ്ടു. നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ അദ്ദേഹത്തിന്റെ പേരെടുത്ത് തന്നെ പറയാൻ തോന്നുന്നു, അനൂപ് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജേർണലിസ്റ്റ്. കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരാൾ. വളരെയധികം വൈകാരികമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നു. ഇതെന്താണിത്, ഉൽക്ക വീണാണോ അവിടെ സ്ഫോടനം ഉണ്ടായത്? നിങ്ങൾക്കാർക്കും എന്താ കണ്ണില്ലേ, മറ്റതില്ലേ, മറിച്ചതില്ലേ? കോടതി ഇതൊക്കെ പരോക്ഷമായിട്ട് അദ്ദേഹത്തിന്റെ അന്തർധാരയിലുള്ള വിമർശനം കോടതിക്കെതിരെയാണ്. കോടതിയെ സംഘപരിവാർവൽക്കരിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോ ഞാൻ ഈ മലേഗാവ് സ്ഫോടനം എന്താണ് എന്ന് പണ്ടും പഠിച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത് വന്ന ഒരു സെറ്റപ്പിൽ ആ കോടതി പകർപ്പ് ഒന്ന് വന്നപ്പോ അതെടുത്ത് ഒരു പകർപ്പ് വായിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ ഈ മലേഗാവ് സ്ഫോടനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദു ഭീകരവാദികളാണ് ഈ സ്ഫോടനം നടത്തിയെന്നാണ് അവർ പറയുന്നത്. ഈ നാഷിക് എന്ന് പറയുന്ന വില്ലേജിലെ മലേഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് 2008 ഒരു മുസ്ലിം ഭൂരിപക്ഷ ഏരിയയിൽ ഈ സ്ഫോടനം ഉണ്ടാകുന്നു. ഈ സ്ഫോടനത്തിൽ 4 പേരാണ് മരിച്ചിരിക്കുന്നത്. സ്വാതി പ്രഗ്യ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സന്യാസിക്കെതിരെ ഇവരാണ് ഇത് ചെയ്തത്, ഇവർക്ക് പിന്നിലാണ് വലിയ ഗൂഢാലോചന സംഘമുണ്ടെന്ന് പറഞ്ഞ് നിരവധി ആൾക്കാരെ ഇതിൽ പ്രതി ചേർക്കുന്നു. ഈ കേസ് സ്വാഭാവികമായിട്ടും NIAക്ക് കൈമാറുന്നു. ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം 2008 മുതൽ എനിക്ക് തോന്നുന്നു 2012 വരെ നടക്കുന്ന ഒരു കേസിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ NIAക്ക് ഇത് കൈമാറുന്നത്. ഈ സമയത്തൊക്കെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്. ദേശീയ തലത്തിലും കോൺഗ്രസ് UPA ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ NIAക്ക് കൈമാറിയ ഈ കേസ് 17 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രതികളെല്ലാം അക്വിറ്റ് ചെയ്തു. ഇവരൊന്നും പ്രതികളല്ല, ഇവരൊക്കെ നിരപരാധികളാണെന്ന് പറഞ്ഞ് ഇവരെ പുറത്തുവിട്ടു. അതാണ് ഇവിടെയുള്ള പല സുഡാപ്പികളെ മൂട് താങ്ങുന്ന മാധ്യമ പ്രവർത്തകരെയും രോഷം കൊള്ളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ വിട്ടത്? തെളിവുകളുടെ അഭാവം കൊണ്ടാണ് ഇവരെ വിട്ടത്. അവിടെ നടന്നത് ഒരു IED സ്ഫോടനമായിരുന്നു. ഈ റംസാന്റെ പരിപാവനമായിട്ടുള്ള ദിനത്തിൽ നടന്ന ഒരു IED സ്ഫോടനം. ഒരു ബൈക്കിലാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നാണ് പറയുന്നത്. UAPA അവർക്കെതിരെ ചുമത്തി, എല്ലാവർക്കെതിരെയും ചുമത്തി. ആദ്യ ഘട്ടത്തിൽ തന്നെ NIA തെളിവില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ആദ്യ ഘട്ടത്തിൽ ഇതിന് തെളിവുകളൊന്നുമില്ല, ഈ സ്വാതി പ്രജയാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു സെറ്റപ്പിന് തെളിവില്ല എന്ന് അവർ കണ്ടെത്തിയിരുന്നു. കൊണ്ടുവന്ന തെളിവുകളിൽ കൃത്രിമത്വമുണ്ട് എന്ന് NIA കണ്ടെത്തിയിരുന്നു. എങ്കിലും കേസ് മുന്നോട്ട് പോവുകയാണ്. കൃത്രിമത്വമുണ്ട് എങ്കിലും കുഴപ്പമില്ല, കേസ് മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ഈ കേസ് മുന്നോട്ട് പോയി. ഈ ബൈക്കിൽ സ്ഫോടനം നടത്തി എന്ന് പറയുമ്പോഴും സ്വാതി പ്രജയ്ക്കെതിരെ വന്ന ഏറ്റവും വലിയ ആരോപണം ഇവരുടേതാണ് ആ ബൈക്ക് എന്നുള്ളതാണ്. അതാണ് ഇവർക്കെതിരെ തെളിയിക്കേണ്ട സെറ്റപ്പ്. ഇവരുടെ ഈ ബൈക്ക് ഇവരുടേതാണ്, ഇത് നിങ്ങൾ തെളിയിക്കണം എന്നുള്ളതാണ്. പക്ഷെ തെളിയിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ തെളിയിക്കും? കാരണം ഈ ബൈക്ക് ഇവരുടേതാണെന്ന് തെളിയിക്കാൻ ഇവർ 2 വർഷം മുമ്പ് സന്യാസിയായി. ഇവരുടെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും ഇവര് എഴുതി കൊടുത്തു. അതുകൊണ്ട് ബൈക്ക് ഇവരുടേതാണെന്ന് തെളിയിക്കാൻ പറ്റുന്നില്ല. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അവിടെ ഈ സ്ഫോടനം നടത്തിയ ബോംബ്, ആ ബോംബ് നിർമ്മിച്ചത് ഇപ്പോ അക്വിറ്റ് ആയിട്ടുള്ള കേണൽ പുരോഹിത് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ കേണൽ പുരോഹിത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ അജിത് ഡോവൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡോവലിന്റെ ഒരു പൊസിഷനിലേക്ക് വരേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ബോംബ് നിർമ്മിച്ചത് ഈ കേണൽ പുരോഹിതാണ്. അതിനായിട്ട് ഇവർ തെളിയിക്കാനായിട്ട് കൊണ്ടുവന്ന കുറച്ച് സാധനം, ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രാൻസാക്ഷൻസ് അവർ എടുത്തു കൊണ്ടുവന്നു. ആ ട്രാൻസാക്ഷൻസ് എല്ലാം വളരെ നിഗൂഢമാണെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ ഈ കേണൽ പുരോഹിത് അക്വിറ്റ് ആയിരിക്കുന്ന ഈ സംഭവം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻസ് ദുരൂഹമാണെന്നുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം തൂത്തുപറക്കിയിട്ട് പരിശോധിച്ചു. കുറെ LIC ഇൻഷുറൻസിന്റെ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇത് എന്ന് കോടതി കണ്ടെത്തി. ഇതിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. വളരെ സുതാര്യമാണെന്ന് പറയുന്നു. ഇനി ഈ സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയ ആൾക്കാർ, ഇതിൽ ഭൂരിഭാഗം ആൾക്കാരുടെ പരിക്കും വ്യാജരേഖ ചമച്ചുണ്ടാക്കിയ പരിക്കാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ചില്ലറ കണ്ടെത്തലല്ല, വ്യാജരേഖ ചമച്ചുണ്ടാക്കിയ പരിക്കാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോ
ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും ഇപ്പോ നമ്മളെ എതിർക്കുന്ന ആൾക്കാർക്ക്, അതായത് ഇവിടെ ഈ സുഡാപ്പികൾക്ക് എതിർക്കുന്ന ആൾക്കാർക്ക് പറയാൻ ഇത് BJP-യുടെ കോടതിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ 2008 മുതൽ 2012 വരെ നടന്ന കേസിൽ അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. അവരാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയത് എന്നുള്ളതാണ്. ഇതുമല്ല ഇതിൽ ഏറ്റവും വലിയ വിഷയം. ഇതിൽ നമുക്കൊരു എക്സ്ക്ലൂസീവ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു രസകരമായിട്ടുള്ള സംഭവം. ഞാൻ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ഞാൻ നടത്തിയ ഒരു ചർച്ചയുണ്ട്. അത് തഹാവൂർ റാണയുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു അതിഥിയുമായിട്ട് നടത്തിയ ഒരു ചർച്ചയാണ്. ഈ തഹാവൂർ റാണയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചർച്ചയിൽ ഈ തഹാവൂർ റാണ അന്നൊരു കാര്യം സമ്മതിക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? ഈ തഹാവൂർ റാണയും ഡേവിഡ് ഹെഗ്ലി എന്ന് പറയുന്ന ഒരു വേട്ടാവളിയുന്നുണ്ട്. ഇവന്മാർ രണ്ടും കൂടെയാണ് ഈ പാകിസ്ഥാനിലെ ഇന്ത്യൻ ടെററിസ്റ്റ് ഹാൻഡ്ലേഴ്സ് എന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ ഇന്ത്യൻ ടെററിസ്റ്റ്. അപ്പൊ ഇവന്മാരുമായിട്ട് ചിദംബരം എന്ന് പറയുന്ന നമ്മുടെ ഒരു കിടുക്കാച്ചി ഒരു നേതാവിന് ബന്ധമുണ്ട്. ഈ ചിദംബരം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ കമ്മട്ടം മറിച്ചു കൊടുക്കുന്ന ടീമാണ്. ഇന്ത്യയുടെ കമ്മട്ടം അതുപോലെ നമുക്കറിയാമല്ലോ, 500 കോടി രൂപയൊക്കെയാണ് ട്രക്കിൽ ഇവിടെ വന്നിറങ്ങുന്നത്. കോൺസ്പിറസിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കേണൽ പുരോഹിത് എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടെത്തി ആ കണ്ടെത്തലുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം പെട്ടെന്ന് ഈ മലേഗാവ് സ്ഫോടനത്തിൽ കുടുങ്ങുന്നത്. അദ്ദേഹത്തെ പെട്ടെന്ന് ഈ മലേഗാവ് സ്ഫോടനത്തിൽ കുടുക്കിയിട്ട് ഈ തഹാവൂർ റാണ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പുരോഹിതനോട് അവിടെ ഉള്ള ആൾക്കാർ പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ RSS നേതാവായിട്ടുള്ള ഇയാളുടെ പേര് പറയും, യോഗി ആദിത്യനാഥിന്റെ പേരും പിന്നെ മറ്റേ നമ്മുടെ സർസംഘ ചാലകിന്റെ പേരും പറയണം എന്ന് പുരോഹിതനോട് പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു. ഈ റൂട്ട് പോകുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം, ഏത് രീതിയിലാണ് റൂട്ട് പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ചിദംബരം, കമ്മട്ടം, പാകിസ്ഥാൻ ടെററിസ്റ്റ് ഹാൻഡ്ലേഴ്സ്, ആ ഒരു രീതിയിലേക്ക് അന്വേഷണം പോകുന്നു. അന്വേഷണം പുരോഹിതൻ നടത്തുന്നു. പെട്ടെന്ന് മലേഗാവിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. എല്ലാവരുടെയും ശ്രദ്ധ മാറുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു. സ്ഫോടനം നടത്തിയത് ഹിന്ദു തീവ്രവാദികളാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ ഹിന്ദു തീവ്രവാദികൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഭരിക്കുന്നത് ഇവരാണ്. കൃത്രിമമായിട്ട് തെളിവുകൾ കൊണ്ടുവരുന്നു. സകല ഒരു ജഗപുകയാണ് മൊത്തത്തിൽ. എന്താണ് എന്നുള്ളത് രീതിയിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് പോകുന്നത്. അതും പോട്ടെ, ഈ INC ഇപ്പൊ പല ആൾക്കാരും ചോദിക്കാം, ചിദംബരം വലിയ മനസ്സുള്ള ഒരു വ്യക്തിയാണ്, ഇതൊക്കെ വെറും ആരോപണം മാത്രമല്ലേ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ തഹാവൂർ റാണ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 24/11 മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ച് അന്ന് ഭരിക്കുന്ന ആൾക്കാർക്ക് അറിവുണ്ടായിരുന്നു എന്ന് തഹാവൂർ റാണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ എങ്ങനെ കൗണ്ടർ ചെയ്യും? തഹാവൂർ റാണ പറഞ്ഞ കാര്യമാണ്, ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല. US നമ്മളെ ഏർപ്പിച്ച ഈ റാണ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതെല്ലാമായിട്ട് ഈ 24/7 തഹാവൂർ റാണ, ഈ ചിദംബരത്തിന്റെ ഞോട്ടടി, ഇതെല്ലാമായിട്ട് ഇതിന് വലിയൊരു ബന്ധം എവിടെയൊക്കെ ഉണ്ട് എന്ന് എനിക്കൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സർസംഘ ചാലകിനെ കൊടുക്കാനായിട്ടുള്ള ഒരു കൃത്രിമത്വം, തെളിവുകളടക്കം ചമയ്ക്കാനുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു നടപടി അന്നുണ്ടായെന്ന് കേൾക്കുന്നു. എന്താണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു പുകമറ? എന്താണ് ഈ സംഭവം? 1992 ശേഷം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം ഒരുപാട് മാറി. അതുവരെ പിക്ചറിലില്ലാതിരുന്ന ഒരു പാർട്ടിയായിരുന്നു BJP. ആ പാർട്ടി 2 സീറ്റിൽ നിന്ന് വളരെ പെട്ടെന്നാണ് അവർ കയറി വരുന്നത്. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ടൈം എടുത്തു. പക്ഷെ ഈ ബാബറി മസ്ജിദ് തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ആ ഒരു പ്രക്ഷോഭത്തിലൊക്കെ അവരങ്ങ് തഴച്ചു വളരുകയും അവരൊരു നിർണായക ശക്തിയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വളരുകയും ചെയ്തതോടുകൂടി RSSനെ ഇല്ലാതാക്കുക, RSS ഇല്ലാതായെങ്കിലും ഈ ഹിന്ദു കൺസോളിഡേഷൻ തടയാൻ കഴിയൂ എന്നൊരു ചിന്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഉള്ള ചർച്ചകളും ഒക്കെയാണ് മുമ്പോട്ട് പോയത്. അതങ്ങനെ ഒരു തീരുമാനം അഖിലേന്ത്യാ തലത്തിൽ എടുക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കുന്നു. RSSന്റെ നിരോധനമൊക്കെ നീക്കിയിരുന്നു. നരസിംഹറാവു നിരോധിച്ചിരുന്നു, പിന്നീട് അത് നീക്കം ചെയ്തിരുന്നു. ഇതിനു മുമ്പും ഇന്ദിരാഗാന്ധിയുടെ കാലത്തുമൊക്കെ നിരോധിച്ചിരുന്നു. അപ്പൊ നിരോധനം കൊണ്ട് കാര്യമില്ല. കാരണം നിരോധിച്ചു കഴിഞ്ഞാലും ഈ സംഘടനയ്ക്ക് ഒരുപാട് വളരാൻ കഴിയും, മുമ്പോട്ട് പോകാനും കഴിയും എന്നുള്ള കാര്യം കോൺഗ്രസിന് അറിയാൻ പറ്റും. അപ്പൊ നിരോധനമല്ല വേണ്ടത്, പകരം ഒരിക്കലും പൊങ്ങാത്ത വിധത്തിലുള്ള ഒരു കുരുക്കൊപ്പിക്കുക എന്നുള്ളതാണ് അവര് ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം. അങ്ങനെയാണ് വെൽ പ്ലാൻഡ് ആയിട്ട് ഈ 2008 സെപ്റ്റംബർ 29 മുംബൈയിൽ നിന്നൊരു 200 കിലോമീറ്റർ അകലെയുള്ള മലേഗാവ് ടൗണിലെ ഒരു പള്ളിക്ക് സമീപം ഒരു ബൈക്കിൽ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് 6 പേർ കൊല്ലപ്പെടുന്നു, 101 പേർക്ക് പരിക്കേൽക്കുന്നു. ഇതാണ് കേസ്. ഈ കേസിന്റെ 2 ദിവസം കഴിയുമ്പോൾ അന്വേഷണം നടന്ന 2ാമത്തെ ദിവസം തന്നെ ഈ പ്രജ്ഞ താക്കൂറിനെയും ഒപ്പം തന്നെ ഈ ശിവനാരായൺ കൽസാംഗ്രയെയും അറസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് മറ്റ് പ്രതികളിലേക്ക് പോകുന്നത്. അങ്ങനെ 7 പ്രതികൾ, ഈ കേണൽ പുരോഹിത് ഉൾപ്പെടെ 7 പ്രതികളാണ് ഇതിനകത്തുള്ളത്. ഇപ്പോ
അന്ന് തന്നെ ആ ഒരു ഇതിന് ശേഷം ആദ്യമായി അന്നത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന ശ്രീ പി ചിദംബരം പറഞ്ഞ പ്രസ്താവന, ഈ രാജ്യത്ത് നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളെല്ലാം കാവി ഭീകരതയാണ്. അതായത് RSSന്റെ നേതൃത്വത്തിൽ ഭീകരവാദികളാണ് ഈ രാജ്യത്ത് അഴിഞ്ഞാടുന്നത്, അവരാണ് ഇത് മുഴുവൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ നരേഷൻ. അത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്നും ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ മാധ്യമ സ്ഥാപനങ്ങളും ഡെയിലി ഇത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഈ അന്വേഷണം മുൻപോട്ട് പോവുകയും ഇങ്ങും എത്താൻ കഴിയാത്തൊരു സാഹചര്യവും വന്നു. അതിനുശേഷം നടന്ന ചില സംഭവങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അന്നത്തെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ATS-ൽ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടറായിരുന്ന മെഹബൂബ് മുജാവർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, മെഹബൂബ് മുജാവർ, എന്തായാലും അയാൾ RSSകാരനാകാൻ സാധ്യതയൊന്നുമില്ല, അയാൾ റിട്ടയർഡാണ് ഇപ്പോൾ. അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് RSS തലവൻ മോഹൻ ഭഗവതിനെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. താൻ അതിന് വഴങ്ങിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്ത് അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുമെന്ന് താൻ ചോദിക്കുകയും പിന്നീട് തനിക്ക് അതിനകത്ത് നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്തു എന്ന് ഇദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം റെക്കോർഡാണ്, തെളിവുള്ളതാണ്, അതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്, രേഖാമൂലമുള്ള തെളിവുകളുണ്ട്, അത് എവിടെ വേണേൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൂഢാലോചന കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ കേസ് പുനരന്വേഷിക്കണം എന്ന രീതിയിലേക്ക് കേന്ദ്രം നീങ്ങുന്നു. ഈ കേസ് വീണ്ടും പുനരന്വേഷിക്കുകയാണ്. പുനരന്വേഷിക്കുമ്പോൾ ഇതുവരെ കെട്ടിപ്പൊക്കിയ കഥകളൊക്കെ തകർന്നടിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ സിമിയാണ് എന്ന് അന്ന് തന്നെ ഉയർന്നിരുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. നിരോധിത സംഘടനയായ സിമി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുവരെ ഇതിനെ ഒരു കാവ്യ ഭീകരത, RSS ഒരു ഭീകര സംഘടനയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ ശ്രമം പൊളിഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇതിനകത്ത് വേദനാജനകമായ ഒരു സംഭവമുണ്ട്. അതുപോലും ഈ വൃത്തികെട്ടവര് അതൊരു വലിയ വാർത്തയാക്കി മാറ്റി എന്നുള്ളതാണ്. അതായത് മുമ്പേ ഭീകരാക്രമണം നടക്കുമ്പോൾ ആ ആക്രമണത്തില് ഈ കേസ്, അതായത് മലേഗാവ് സ്ഫോടന കേസ് അന്വേഷിച്ച സംഘത്തിന്റെ തലവൻ ആയിട്ടുള്ള ഹേമന്ത് കാർക്കറെ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥൻ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് കസബ് ഉൾപ്പെടെയുള്ള ഭീകരന്മാര് ഉതിർത്ത വെടിയുണ്ടകൾക്കിരയായി ഹേമന്ത് കാർക്കറെ കൊല്ലപ്പെടുമ്പോൾ ഇവിടുത്തെ മൗദൂദികളും അവരുടെ സ്ഥാപനങ്ങളും പറയുന്നത് ഇതിന് പിന്നിൽ RSS ആണ്. RSSകാർ കൊന്നു. കാരണം മലേഗാവ് സ്ഫോടന കേസ് ഇദ്ദേഹമാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പം ഈ കേസ് RSSകാരെ കുടുങ്ങുമെന്നായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. എന്തോ തലകടിയാണെന്ന് ആലോചിക്കണം. പാകിസ്ഥാനിൽ കിടന്ന കസബിന് RSSുമായിട്ട് എന്തോ ബന്ധമാണ്. അതിന് ഈ ധനുഷ് നേരത്തെ പറഞ്ഞ ഈ ചൗധരി എന്നുള്ള പേര് കണ്ട് തെറ്റിദ്ധരിച്ചാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പാക് പഞ്ചാബ് പ്രവിശ്യകളിൽ ഈ പേര് സുലഭമായിട്ട് കാണുന്നൊരു പേരാ എന്ന് കരുതിയിട്ട് അവർ ഹിന്ദു കുന്തു ഒന്നുമല്ല, അവർ 1ാം നമ്പർ മുസ്ലിംസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യാജ ഐഡിയിൽ വന്ന കസബിന്റെ ആ ഒരു വെടിവെപ്പിലാണ് ഹേമന്ത് കാർക്കറെ കൊല്ലപ്പെട്ടത്. അതും RSSന്റെ തലയിൽ കെട്ടിവെക്കും. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ഈ സുഡാപ്പികൾ ഇത് തന്നെയാണ് പറയുന്നത്. കുറെ ഇടതുപക്ഷക്കാർ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മളൊരു നുണ പറയുന്നുണ്ട്, കുഴപ്പമില്ല നിലനിൽപ്പിന് വേണ്ടി, പക്ഷെ അത് നട്ടാൽ കിളിക്കാത്ത നുണയാകരുത്. ഒരു ലോജിക്ക് ഉണ്ടാകണം എന്തിനും. അപ്പം ഈ രീതിയിലാണ് അത് മുൻപോട്ട് പോയത് ആ കേസ്. ഇപ്പോൾ ആ കേസ് എന്നിട്ട് 2012 ആയപ്പോൾ ഈ കേസ് NIAക്ക് വിടുന്നു. NIA ഉണ്ടാക്കിയത് BJP അല്ല. ഈ കേസ് NIAക്ക് വിടുന്ന സമയത്ത് BJP അധികാരത്തിലില്ല. NIAക്ക് വിടുമ്പോഴാണ് NIA പറയുന്നത് ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ, ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോഴും ഇതിന്റെ അന്വേഷണം അപ്പോഴത്തേക്ക് പതുക്കെ ചൂട് മാറി തുടങ്ങി. കാരണം പതുക്കെ BJP ഇല്ലെങ്കിൽ അവരും പാർട്ടിയും ഒക്കെ ഇത് ശക്തമായി വരുന്നു. കോൺഗ്രസ് ആണ് വലിയ അഴിമതി പെട്ട് കിടക്കുന്നു. അത് ചിദംബരത്തിനും മകനും ഒക്കെ പങ്കുണ്ടെന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നു. DMKയുടെ കൽക്കരി 2G സ്കാം ഇതെല്ലാം വരുന്നു. അങ്ങനെ പെട്ട് കിടക്കുന്ന സമയമാണ് 2012. അറിയാമല്ലോ, 2014 ലോക്സഭാ ഇലക്ഷൻ വരുന്നത്. ഈ സാഹചര്യത്തിൽ അവർക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം അവർ കരുതി വീണ്ടും കോൺഗ്രസ് വരും എന്ന് കരുതിയെടുത്ത് വീണ്ടും BJP വരുന്നു. വർഷം ഇത്രയും കഴിഞ്ഞ് വീണ്ടും ഒരു 10 വർഷം കൂടെ കഴിയുമ്പോഴാണ് ഇതിന്റെ സുപ്രധാനമായ വിധി വരുന്നത്. ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് തെളിവുകൾ ശേഖരിക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെയല്ല, തെളിവുകൾ ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. ഇത് രണ്ട് വ്യത്യാസമുണ്ട്. ഈ ചെറിയ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അർത്ഥം മാറിപ്പോകും. കോടതി പറഞ്ഞത് ഈ കേസിൽ തെളിവുകളില്ല, കെട്ടിച്ചമച്ച തെളിവുകളാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ എന്താണ് വന്നത്? തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘം പരാജയപ്പെട്ടു എന്ന് കുറ്റപ്പെടുത്തുക കൂടെ ചെയ്തു എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് ഒരു വാർത്ത വളർന്നു വരുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. തെളിവുകളുടെ അഭാവം എന്നാണ് പറഞ്ഞത്. അതായത് തെളിവില്ല,
തെളിവുകളുടെ അഭാവം എന്ന് പറഞ്ഞാൽ അതെ തെളിവില്ല, അതെ അല്ലാതെ തെളിവ് ശേഖരിച്ചില്ല എന്നല്ല കോടതി പറഞ്ഞത്. അന്ന് കൃത്യമായിട്ട് നമുക്കറിയാം എല്ലാ ആക്രമണവും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒന്ന് ബിജുചേട്ടൻ ഒന്ന് വിലയിരുത്തി നോക്കിയേ. ഇപ്പോൾ നടന്ന പഹൽഗാമിലെ ഭീകരാക്രമണം നമ്മുടെ നാട്ടിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാനായിട്ട്, ഹിന്ദു മുസ്ലിമും തമ്മിൽ തല്ലാനായിട്ട് ഉണ്ടാക്കിയതാണ്. 24/7 ഹിന്ദുക്കളുടെ പേരും പറഞ്ഞു വന്ന് കുറെ എണ്ണം കുറെ തീവ്രവാദികൾ ഇവിടെ കുറെ പേരെ വിളിച്ചു കൊന്നു. ഹിന്ദു മുസ്ലിം ആക്രമണം ഉണ്ടായി. മലേഗാവ് സ്ഫോടനം ഇവിടെ ഹിന്ദുക്കളുടെ തലയെ കെട്ടിവെച്ച് ഇവിടെ ഹിന്ദുക്കളാണ് ഈ മുസ്ലിങ്ങളെ കൊല്ലുന്നതെന്ന് പറഞ്ഞ് ആക്രമണം ഉണ്ടാക്കാനായിട്ട് സകലതും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ 24/11 ഈ മലേഗാവ് സ്ഫോടനവും ഇവന്മാരുടെ അറിവോടുകൂടിയാണെന്നുള്ളതാണ്. ഈ ഭരണകൂടം ഉണ്ടാക്കി വിടുന്നതാണ് എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന സംഭവം എന്ന് പറയുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഈ ഭരണകൂടം ഇവിടെ ആക്രമണം ഉണ്ടാക്കി രണ്ടുപേരെ തമ്മിലടിപ്പിച്ചിട്ട് അവരുടേതായിട്ടുള്ള ചില പാകിസ്ഥാൻ തീവ്രവാദ ഹാൻഡിലുകളുമായിട്ട് ബന്ധപ്പെടുന്നു, അവരുടെ മറ്റേ ഈ കള്ളനോട്ടടിയും കാര്യങ്ങളും അവരുടെ കീശ വീർപ്പിക്കുന്ന ആ ഒരു വാർത്തകളൊക്കെ വഴി തിരിച്ചു വിടാൻ എത്ര നികൃഷ്ടവും ബീഭത്സവുമാണ്. അതിന് സപ്പോർട്ട് കൊടുക്കാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള കുറെ സംഘടന. ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ ഞാൻ കണ്ടപ്പോൾ അവിടെ കന്യാസ്ത്രീകളുടെ വിഷയം ചർച്ച ചെയ്യുകയാണ്. അപ്പുറത്തിൽ നിന്ന് മറ്റേ കെന്നഡി കരിമ്പിങ്കാല എന്ന് പറയുന്ന ഒരു വ്യക്തി ആരിഫിനെ വിമർശിച്ചപ്പോ, നമ്മുടെ ആലപ്പുഴ MP ആയിരുന്നല്ലോ, മുൻ MP ആയിരുന്ന ആരിഫിനെ വിമർശിച്ചപ്പോ ആ അവതാരകം പറയുകയാണ് വർഗീയത പറയരുതേ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നു. ഇത് ആരാണ് ഈ പറയുന്നത് വർഗീയത പറയരുതെന്ന്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് ഒരു അവതാരകം പറയുകയാണ്. ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഭീകരഭരണമായിരുന്നു കോൺഗ്രസിന്റെ 60 വർഷക്കാലം ഇന്ത്യയിൽ നടന്നത്. അടിയന്തരാവസ്ഥ മാത്രവുമല്ല, ഒരുപാട് ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തവരാണ് കോൺഗ്രസ്. ഇന്ന് അവർ അധികാരത്തിന് പുറത്തു നിൽക്കുന്നുണ്ടെങ്കിലും, ഇന്ന് അവർ പല കേസിൽപ്പെട്ട് ഉഴറുന്നുണ്ടെങ്കിലും അത് കാലം കാത്തുവെച്ച കാവ്യനീതി മാത്രമെന്ന് പറയേണ്ടി വരും. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ ഇന്ന് അയാളുടെ മകൻ ഉൾപ്പെടെ വലിയ സ്കാമിൽപ്പെട്ട് അതിന്റെ കേസുമായി നടക്കുന്നു. ED കേസിൽ തന്നെ ചിദംബരം ഉൾപ്പെടെ ഇപ്പോൾ കേസ് അനുഭവിക്കുന്നു. ഇതെല്ലാം അവര് വരുത്തി വെച്ചത്, അവര് വിതച്ചതാണ് ഇപ്പൊ അവർ കൊയ്യുന്നത്. അതിനകത്തൊന്നും യാതൊരു ഡൗട്ടില്ല. ഇനിയിപ്പം ഡക്കാൻ ഹെറാൾഡ് കേസ് വരുമ്പോഴത്തേനും അതെല്ലാം അവര് വിതച്ച സാധനങ്ങൾ തന്നെയാണിത്. ഇവിടെ ഇങ്ങനെ RSSനെ ഇല്ലാതാക്കാനായിട്ട് പ്ലാൻ ചെയ്ത കേസായിരുന്നു. ഇത് മാത്രവുമല്ല, ബാംഗ്ലൂർ നടന്ന ക്ഷേത്രത്തിന്റെ പരിസരത്ത് നടന്ന സ്ഫോടനം, ഇതെല്ലാം RSSന്റെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏതാണ്ട് 99.5% മാധ്യമങ്ങളും ഇവർക്കൊപ്പമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് കാലം മാറി. ഇന്ന് കുറെ സത്യം പറയുന്ന മാധ്യമങ്ങൾ, അതായത് ഈ സോഷ്യൽ മീഡിയയുടെ ശക്തി കൂടുതലായിട്ട് വന്നതോടുകൂടി ഇന്ന് സത്യം പറയുന്ന കുറെ മാധ്യമങ്ങൾ കൂടെ, ഇല്ലെങ്കിൽ വലതുപക്ഷത്തിന്റെ കാര്യങ്ങൾ പറയുന്ന മാധ്യമങ്ങൾ കൂടി രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പൊളിയുന്നതും ഈ രാജ്യം തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മാഫിയ മാധ്യമ ഈ രാഷ്ട്രീയക്കാരുടെ ഒരു കൂട്ടുകെട്ട് പൊളിഞ്ഞെടുങ്ങുന്നതും. അന്ന് വലിയ രീതിയിൽ ഇന്നിപ്പോ വേറൊരു കാര്യമുണ്ട്. ഇന്നിപ്പോ ഈ കേസിനെ കുറിച്ച് കോൺഗ്രസ്സുകാർ മിണ്ടാറില്ല. പിന്നെ അവർ പോസ്റ്റിട്ട് മെഴുകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഈ കേസ് ഇപ്പോൾ പുനരന്വേഷിക്കുകയാണെന്നുള്ളതാണ് വലിയ രസം. ഈ കേസ് പുനരന്വേഷിക്കുമ്പോൾ ഈ പറഞ്ഞ മെഹബൂബ് മുജാവറിന്റെ ആ ഒരു പ്രസ്താവനയും അദ്ദേഹത്തിന്റെ പക്കലുള്ള തെളിവുകൾ അടക്കം പരിശോധിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയം എന്തുമാത്രം നാറാൻ കിടക്കുന്നു ഇനി എന്നുള്ളതാണ് വരും ദിവസങ്ങൾ. അതായത് അന്ന് ഈ RSSനെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഇത് അവർ നേട്ടം കൊയ്തു. പകരം ഇന്ന് അതേ വിഷയം തന്നെ അവർക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം. കാരണം എന്താണ്, അന്നുണ്ടാക്കിയത് മുഴുവൻ ഫേക്ക് ആയിരുന്നു എന്നുള്ളത് തെളിയുമ്പോൾ ഇതേ രീതിയിലേക്ക് വരുന്നു. അമിത്ഷായെ പിടിച്ചകത്തിട്ടു ചിദംബരത്തിന്റെ കാലത്ത്. അപ്പോ വ്യാജ സ്ഫോടനത്തിന് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനവധി കാര്യങ്ങൾ, അതായത് RSSനും BJPയെ ഒതുക്കാൻ കോൺഗ്രസ് ഈ രാജ്യത്ത് ചെയ്തതുപോലത്തെ ഇപ്പൊ പലരും പറയുന്നില്ലേ, കോൺഗ്രസ് ഭരിച്ചിട്ട് RSSനെ ഒതുക്കാതിരുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന്. അല്ല, അവരുടെ കയ്യിൽ ഒതുങ്ങിയില്ല RSS എന്നുള്ളതാണ് കറക്റ്റ്. നെഹ്റുവിന്റെ കാലത്ത്, ഇന്ദിരായുടെ കാലത്ത് നരസിംഹറാവു 3 തവണ നിരോധിച്ചു. അതുകൂടാതെ അനവധി കള്ളക്കേസുകൾ കേരളത്തിലെ ഭരിച്ചവരുടെ എടുത്ത കേസുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. കള്ളക്കേസുകൾ അനവധി എടുത്തു. അടിയന്തരാവസ്ഥക്കാലത്ത് അനവധി പേർ പീഡനങ്ങൾ നേരിട്ടു. അത് പോട്ടെ, ഒരു അടിയന്തരാവസ്ഥക്കാലം മാത്രമാണ്. പക്ഷെ അതിനുശേഷം നടന്ന അനവധി സ്ഫോടനങ്ങളും മറ്റുള്ളതിലുമൊക്കെ എത്രയോ പേരെ ഹിന്ദു സംഘടന, RSS മാത്രമല്ല അനവധി ഹിന്ദു സംഘടനാ നേതാക്കളെയും പ്രവർത്തകരെയും കാലങ്ങളോളം ഇട്ട് ക്രൂശിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും നോക്കി പണി ഏൽക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് അവർക്ക് അവസാനം ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു. അതല്ലാതെ അവര് വെറുതെ വിട്ടിട്ട് അയ്യോ പാവങ്ങൾ RSS എങ്ങനെയും പൊക്കോട്ടെ, അവര് ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതിയവരല്ല. അവസാന നിമിഷത്തെ ആണിയടിക്കുക. അതായത് ഈ അന്ന് മോഹൻ ഭഗവത് സർസംഘചാലക്, അന്ന് അദ്ദേഹത്തിനെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ, ഒന്ന് RSS അതോടുകൂടി തീരും, 2 രാജ്യത്ത് ഈ ഒരു ഹിന്ദു മുസ്ലിം റൈറ്റ് ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കൊയ്യുമോ എന്നുള്ളതാണ്. അതായത് ഈ രാജ്യത്ത് നടന്ന എല്ലാ കൊള്ളരുതായ്മയും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ഹിന്ദു മുസ്ലിം ആ ഒരു കോൺഫ്ലിക്റ്റിന് എല്ലാത്തിനും വഴിമരുന്നിട്ട് കൊടുത്തത് കോൺഗ്രസ് സർക്കാർ. കാരണം ബ്രിട്ടീഷുകാർ എന്താണോ ഈ രാജ്യത്ത് ചെയ്തത് അത് വിഭജിച്ച് ഭരിക്കുക എന്നുള്ളതായിരുന്നു.
ആ തന്ത്രം പിന്തുടരുന്നവരായിരുന്നു ഈ പറയുന്ന കോൺഗ്രസ്സുകാരെന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. സംസ്ഥാനങ്ങളെ വിഭജിക്കുന്നതിൽ പോലും അങ്ങനെ കാണാൻ കഴിയും. ജാതിയും മതവും നോക്കി ചിലർക്ക് വലിയ ആനുകൂല്യം കൊടുത്തു. പക്ഷെ അവർ കരുതി ഒരിക്കലും ഈ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകില്ല എന്ന് അവർ കരുതിയിടത്താണ് അത് ഉണ്ടായതും അത് നാൾക്കുനാൾ ശക്തി പ്രാപിക്കുകയും ചെയ്തപ്പോഴാണ് ഇതുപോലെയുള്ള കള്ളം പൊളിഞ്ഞു വരുന്നത്. ഏതായാലും ബഹൽഗാമിന്റെ തുടരന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. കാരണം അതിന്റെ സത്യം തെളിയിക്കണം. കാരണം ഇത്രയും നാള് ഒരു മലേഗാവിന്റെ സത്യം തെളിയേണ്ട ഒരു കാര്യങ്ങളുണ്ട്. കാരണം ഇത്രയും നാള് ക്രൂശിച്ചിരുന്ന, ഇല്ലെങ്കിൽ ഇത്രയും നാള് ഈ ചാനലൊക്കെ ഇരുന്ന് ചർച്ച നടത്തിയിരുന്നതിന്റെ സത്യം തെളിയുണ്ട്. ഇനിയാണ് ഇതിന്റെ സത്യം തെളിയാൻ കിടക്കുന്നത്. ഈ പറഞ്ഞ മെഹബൂബി മുജാവറിന്റെ അദ്ദേഹം ആ ATS അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഉൾപ്പെടെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് അറിയണം, എല്ലാം അറിയണം. ഇതിന്റെ എവിടെ നിന്നൊക്കെയാണ്, ഇതിന്റെ തല ആരാണെന്ന് അറിയണം. ആദ്യം തല, നമ്മളിപ്പോൾ അതിന്റെ പേരുകളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. തല അറിയണം, അന്നത്തെ ആഭ്യന്തരമന്ത്രി എടുത്ത നിലപാടുകൾ അറിയണം, ഒപ്പം തന്നെ അന്നത്തെ ഭരണകൂടം എടുത്ത നിലപാടുകൾ അറിയണം. ഇതൊന്നും BJP ഭരിക്കുന്ന കാലത്തായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. BJPക്കാർക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. സ്വാഭിമാന ഹിന്ദുക്കൾ ഈ രാജ്യത്ത് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഹിന്ദു സംഘടന ഉണ്ട്. അവരെല്ലാം താറടിച്ച് കാണിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കേണ്ടതാണ്, അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം അമിത്ഷാ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ പറഞ്ഞത്, ഒരു ഹിന്ദുവിന് എങ്ങനെ തീവ്രവാദിയാകാൻ കഴിയും, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, ഹിന്ദുവിന് ഒരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല എന്ന് അമിത്ഷാ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ മലേഗാവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹിന്ദു തീവ്രവാദം, ഗാവി ഭീകരത എന്നുള്ളത്. ഇപ്പൊ 24 മുംബൈ ഭീകരാക്രമണം അവർ ഗാവി ഭീകരത ആക്കിയേനെ, അവനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അതും ഗാവി ഭീകരതയായി പോയേനെ. അത് ഈ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ അറിയാം. അതായത് മലേഗാവ് സ്ഫോടനം ഉണ്ടാകുന്നു, ആ സ്ഫോടനം ഉണ്ടാകുമ്പോൾ തെളിവുകളൊന്നുമില്ലെങ്കിൽ പോലും കുറെ സന്യാസിമാരെ പിടിച്ച് അകത്തിടുന്നു, മോഹൻ ഭാഗവന്റെ പേര് പറയാൻ നിർബന്ധിക്കുന്നു, യോഗി ആദിത്യനാഥിന്റെ പേര് പറയാൻ നിർബന്ധിക്കുന്നു, കേണൽ പുരോഹിതിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുന്നു. അതേസമയം മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോൾ നോക്കിയേ, അത് ഉണ്ടായപ്പോൾ കൃത്യമായിട്ട് ഇതിന്റെ പുറകെ പാകിസ്ഥാനാണെന്ന് ഇവന്മാർക്ക് അറിയാം. ഒരൊറ്റ നടപടി പാകിസ്ഥാനെതിരെ ഇവന്മാർ നടത്തിയോ? ഒരൊറ്റ നടപടി പാകിസ്ഥാനെതിരെ ഒന്ന് ശബ്ദമുയർത്തുക പോലും ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ആ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യം എല്ലാം മാറി. ഇപ്പോൾ പാകിസ്ഥാന് നമുക്ക് നേരെ ഒരു വെടിയുണ്ട കൊണ്ടുവന്ന 1000 ബ്രഹ്മോസ് അങ്ങോട്ട് അയക്കാനുള്ള സെറ്റപ്പാണ് നമ്മൾ ഈ രാജ്യത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായി. ഇനിയിപ്പോൾ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായി, ഈ കൺസോൾട്ടേഷൻ അത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. നാളെ അത് തകർന്നു പോകുമെന്ന് വിചാരിച്ചാലും ഇത് തകരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നാളെ എവിടെ എങ്ങനെ പോയിരുന്നാലും ഈ ഹിന്ദു കൺസോൾട്ടേഷൻ അത് കൂടുതൽ ശക്തിയായിട്ട് വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഈ മലേഗാവ് സ്ഫോടനം വീണ്ടും അന്വേഷിക്കാനുള്ളൊരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അത് വലിയ കോളുകളൊക്കെ ഇനി നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കോൺഗ്രസിന്റെ പല ഇത്തരത്തിലുള്ള വൃത്തികേടുകളും പുറത്തേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.